അലിൻ്റെ വൃക്കകളും അരളിൻ്റെ ഹൃദയവും എല്ലാം പല കുഞ്ഞുങ്ങളിലായിട്ടാണ് ഇനി തുടിക്കാൻ പോകുന്നത്. അലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ വൃക്കകൾ SCT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് നൽകും. ഹൃദയവാൽവ് തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചികിത്സയിലുള്ള കുട്ടിക്ക്. കരൾ തിരുവനന്തപുരം കിംസിൽ ചികിത്സയിലുള്ള 6 മാസം പ്രായമുള്ള കുഞ്ഞിന്. നേത്രപടലങ്ങൾ കൊച്ചി അമൃതയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക്. നോക്കൂ, മനുഷ്യത്വവും കരുണയും പറ്റാത്ത എത്രയോ നല്ല മനുഷ്യർക്കിടയിലാണ് നാം ജീവിക്കുന്നത്. ആ മല്ലപ്പള്ളിയിലെ ഈ അലിൻ്റെ മാതാപിതാക്കളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. 10 മാസം മാത്രം പ്രായമായ കുഞ്ഞ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയിരിക്കുന്നു. പുതുജീവനേകാനുള്ള യാത്രയാണ് പ്രേക്ഷകർ കാണുന്നത്. റിപ്പോർട്ടറിൻ്റെ തത്സമയ സംപ്രേഷണം പ്രേക്ഷകർ കണ്ടിരുന്നു. നമ്മൾ കോട്ടയത്ത് വരെ നമ്മൾ വാഹനത്തെ തുടർച്ചയായിട്ട് അനുഗമിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വാഹനം തിരുവനന്തപുരത്തേക്ക് അടുക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സജോ ദേവസ്യം, ശാന്തുനയും അരുൺ സോളമനും ഷബാസും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സജോയിലേക്ക്. സജോ, ഈ കുഞ്ഞലിൻ ഒരുപക്ഷെ ചരിത്രം കുറിച്ചിരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ പുഞ്ചിരി ഇനി തിരിച്ചു വരില്ലെങ്കിലും ആ രക്ഷിതാക്കൾക്ക് ആശ്വാസമായി മാറുന്നത് ഈ കുഞ്ഞിനെ പല കുഞ്ഞുങ്ങളിൽ കാണാം എന്നുള്ളത് കൊണ്ടാണ്. ഒരാൾ മാത്രമല്ല, പല കുഞ്ഞുങ്ങളിൽ പ്രിയപ്പെട്ട അലിൻ്റെ ശരീരഭാഗങ്ങൾ തുടിക്കും. വൃക്കയൊരിടത്ത്, ഹൃദയവാൽവ് ഒരിടത്ത്, നേത്രപടലങ്ങൾ മറ്റൊരിടത്ത്, അല്ലേ? ഡോക്ടർ അരുൺ, എത്ര ഹ്രസ്വമായ ജീവിതമാണ്. 10 മാസം എന്ന ഹ്രസ്വമായ ജീവിതമാണ്. പക്ഷേ അത് നിത്യതയിൽ എല്ലാ കാലവും ഒരു താരകമായി തന്നെ നമ്മെ ആകെ വീണ്ടും വീണ്ടും പ്രചോദനമാകാൻ കഴിയും വിധം, മാതൃകയാകാൻ കഴിയും വിധം നമ്മുടെ ഓർമ്മകളിൽ അങ്ങനെ നിത്യതാരകമായി ഉദിച്ചുയർന്നു കഴിഞ്ഞിരിക്കുന്നു കുഞ്ഞാലിൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ കുരുന്നിൻ്റെ അപ്രതീക്ഷിതമായ ആകസ്മികമായ അകാലത്തിലുള്ള വിയോഗം എത്ര വേദന ആ വാർത്ത അറിഞ്ഞ എല്ലാവർക്കും അതിൻ്റെ എത്രയോ ഇരട്ടി ആഴത്തിൽ ആ കുടുംബത്തെ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ കുരുന്നിൻ്റെ വിയോഗം തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന കാര്യം ഡോക്ടർമാർ അറിയിക്കുകയാണ്. ആദ്യം ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലുമുള്ള ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്കും എത്തിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായ ഒരു അപകടമാണ്. അലിൻ്റെ മാതാവും ഒപ്പം മാതാവിൻ്റെ രക്ഷിതാക്കളും ആ അപകടത്തിൽ പെട്ടിരുന്നു. അപ്പോൾ എത്ര വലിയ ആഘാതം ആ കുടുംബത്തിന് പറ്റി. പക്ഷേ ഈ കാര്യം തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന ചോദ്യം അവർ സ്വയം സന്നദ്ധരായി ഡോക്ടർമാരോട് ചോദിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് നമ്മുടെ ആരോഗ്യ സംവിധാനം അവരോട് പറയുന്നു. അവർ സന്നദ്ധരാകുന്നു. ആ കുരുന്ന് 5ഓളം കുരുന്നുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയിട്ടാണ് നിത്യതയിലേക്ക് പോകുന്നത് എന്ന വലിയ ഹൃദയവേദനയിലും ആ കുഞ്ഞിൻ്റെ വിയോഗത്തിലുണ്ടാകുന്ന വല്ലാത്ത ഹൃദയഭാരത്തിലും വേദനയിലും ആ കുടുംബത്തോട് നമ്മൾ ഐക്യപ്പെടുമ്പോഴും എത്ര വലിയ മാതൃകയും എത്ര വലിയ ഒരു ചരിത്രവുമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഒന്നിലധികം ചരിത്രങ്ങളാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് കേസോട്ടിലെ ഡോക്ടർ പറയുകയായിരുന്നു, 10 വയസ്സിൽ കുറഞ്ഞ ദാതാവ് തന്നെ വളരെ അപൂർവവും വിരളവുമാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദാതാവ് മാത്രമല്ല, ഡോണർ മാത്രമല്ല, സ്വീകരിക്കുന്ന ഒരു കുരുന്നുണ്ട്, അതിലും പ്രായം കുറഞ്ഞൊരു കുരുന്ന്. അപ്പോൾ എത്ര ആ 5 കുരുന്നുകൾ, അവരുടെ കുടുംബങ്ങൾ, ഇതിനാകെ സാക്ഷ്യം വഹിച്ച നമ്മളെല്ലാവരും, എത്ര വലിയ കാര്യമാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനവും നമ്മുടെ നാടും കരുണ പറ്റാത്തവരെ കൊണ്ട് നിറഞ്ഞവരും എന്ന് മാത്രമല്ല, നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സാധ്യതകളെ ഈ വിധമെല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയും വിധം നമ്മുടെ നാടിന്റെ വളർച്ച കൂടി അതിനകത്തുണ്ട്. ഉറപ്പായും ആ കുടുംബത്തിന്റെ വേദനയിലും ദുഃഖത്തിലും ആ കുഞ്ഞിന്റെ പുഞ്ചിരിയിൽ സന്തോഷം കണ്ടിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഈ വിയോഗത്തിന്റെ വലിയ ദുരന്തമായി ഇടുത്തിയായി വന്നു പതിച്ചു. പക്ഷേ ആ കുടുംബത്തിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഈ കാലത്ത് കഴിയുന്നത് നമ്മുടെ നാടിന്റെ പുരോഗതിയുടെയും കൂടി തെളിവാണ്. എന്ന് മാത്രമല്ല, അപരന്റെ വേദനയിലേക്ക് കൂടി ഈ കരുണയെ പങ്കുവയ്ക്കാൻ, കരളന്റെ കഷ്ണത്തെ പങ്കുവയ്ക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് ആ മാതാപിതാക്കളെ കൂടി ഈ ഘട്ടത്തിൽ സല്യൂട്ട് ചെയ്യാതെ തരമില്ല. ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാവും ഈ കുഞ്ഞുങ്ങൾ. 1, 2 4-5 മനുഷ്യർക്കാണ് ഈ കുഞ്ഞലിൻ ഇപ്പോൾ ജീവനേകാൻ പോകുന്നത് എന്നുള്ളതാണ്. 5 പേരുടെ ശരീരത്തിലാണ് ഇനി കുഞ്ഞലിൻ തുടിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2 വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കും. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും കുഞ്ഞിന്റെ കുഞ്ഞ് ഹൃദയവാൽവ് ശ്രീചിത്രയിലേക്കുമാണ് ദാനം ചെയ്യുന്നത്. കൊച്ചി അമൃത ആശുപത്രിയിലെ ശസ്ത്രക്രിയ പൂർത്തിയായി. കണ്ണിന്റെ നേത്രപടലങ്ങളും കുഞ്ഞ് അലിൻ ശരീരത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ കാഴ്ചയായി, കരളായി, ഹൃദയമായി ഒക്കെ തന്നെ അലിനി 5 പേരിൽ പിടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കും. ആദ്യം അങ്ങോട്ടാണ് പോവുക. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കാണ് എത്തിക്കുക. ഹൃദയവാൽവ് ശ്രീചിത്രയിലേക്കാണ് എത്തിക്കുന്നത്.